ഞാനെപ്പോഴും പിന്നെ ഓർക്കാറുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, എൻ്റെ അമ്മ സുവോളജിയുടെ പ്രൊഫസറായിരുന്നു ഇത്രയും വർഷം. ഒരുപാട് കുട്ടികളെ ഒരുപാട് പൊസിഷൻസിൽ എത്തിച്ച ആളാണ്. അപ്പോൾ ആ വിഷയം ഞാൻ അക്കാഡമിക്കായിട്ട് പഠിച്ചതല്ല, പക്ഷേ ഞാൻ താല്പര്യം കൊണ്ട് ആ വിഷയം എടുത്തു. അമ്മ എന്നെ കുറേയൊക്കെ ഇൻസ്ട്രക്ട് ചെയ്തു, ഞാൻ ആ സബ്ജക്റ്റൊക്കെ ഉപയോഗിച്ചു. അപ്പം അങ്ങനെ വരുമ്പോൾ രസം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സുവോളജിയിലെ ഡെപ്ത് സിലബസാണ്. അത് സ്റ്റഡി ഓഫ് ഫൈല എന്നൊക്കെ പറയും. ഈ ഓരോ ജീവിജാലങ്ങളുടെ വൈവിധ്യം, ജന്തുജാല വൈവിധ്യം, അമീബ തൊട്ട് ബ്ലൂ വെയിൽ വരെയുള്ളതിൻ്റെ വൈവിധ്യമാണ്. അപ്പോൾ അത് ഓരോ ഭാഗ്യം എന്നാണ് പറയുന്നത്. കാരണം അമ്മ സ്ഥിരമായിട്ട് ഈ BSc ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നൊരു സബ്ജക്റ്റാണ് എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടത്, ഞാനൊരു 10-20 വർഷം കേട്ടിട്ടുണ്ട് ഈ സബ്ജക്റ്റ്. ക്ലാസ്സിലെന്ന് മാത്രമല്ല, കുട്ടികൾ വീട്ടിൽ വരും സംശയം ചോദിക്കാനായിട്ട്. BSc കുട്ടികൾ വീട്ടിൽ വരും. അപ്പോൾ എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട് അമ്മ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഫസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചു. ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഇതാ, ട്രേസ് ദ എവല്യൂഷൻ ഓഫ് ദ മമേലിയൻ ഹാർട്ട്. ഇതാണ്. ഇതിനെനിക്ക് IAS പഠിക്കേണ്ട കാര്യമില്ല. അമീബയുടെ വാക്യുലർ ഹാർട്ട് തൊട്ട് പിന്നെ ഹ്യൂമൻ ഹാർട്ട് വരെയുള്ള കമ്പാരിസൺ ഈ അമ്മ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഹാർട്ടുകളുടെ ചിത്രം അടക്കമുള്ളത് നോക്കി ഞാൻ ഒരു ഫസ്റ്റ് ആൻസർ ഷീറ്റ് മുഴുവൻ ആൻസർ എഴുതി. അപ്പം അതൊരു ഭാഗ്യമാണ്. ഇൻ ദാറ്റ് സെൻസ് സംതിങ് വിച്ച് അതെ. അപ്പം ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഡൽഹിയിലാണ് പരീക്ഷ എഴുതിയത്. തിരിച്ച് വീട്ടിൽ വന്ന് അമ്മ സുവോളജിയുടെ 2 പേപ്പർ 1 പേപ്പർ 2 ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ്, ഈ ഒന്നാമത്തെ പേപ്പർ പിന്നെ BSc MSc സുവോളജി പഠിച്ചവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. രണ്ടാമത്തെ പേപ്പർ സമയം ബയോടെക്നോളജിക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ പേപ്പറിന് ഞാൻ 200 മീതെ സ്കോർ ചെയ്യും, ഒന്നെനിക്ക് സംശയമാണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എല്ലാം കണ്ടിട്ട് അമ്മ പറഞ്ഞു, ഒന്നാമത്തെ പേപ്പറിന് റെക്കോർഡ് സ്കോർ ചെയ്യും, രണ്ടാമത്തെ പേപ്പറിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഏതാണ്ട് ഒരു 7-8 കൊല്ലം റെക്കോർഡായ ഒരു സ്കോറാണ് ഒന്നാമത്തെ പേപ്പറിന് കിട്ടിയത്. ഇതാ ഫസ്റ്റ് പേപ്പർ അമ്മ പഠിപ്പിച്ചിരുന്ന പേപ്പർ. അത് ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അല്ല, അപ്പം ഞാൻ ഒരു സംശയം കൊണ്ട് ഇതുമായിട്ട് നമ്മൾ ചോദിച്ചിട്ട്, ഈ നമ്മളൊരു